കണ്ണൂർ കോർപ്പറേഷൻ സ്ഥിരം സമിതിയുമായി ബന്ധപ്പെട്ട ലീഗിന്റെ ആവശ്യത്തിന് വഴങ്ങി കോൺഗ്രസ് 3 സ്ഥിരം സമിതികൾ ലീഗിന് നൽകാൻ തീരുമാനമായി. ബിജീഷ് ഗോവിന്ദൻ വിശദാംശങ്ങൾ നൽകും. ബിജീഷ്, കെ സുധാകരൻ തന്നെ ഉടക്കിട്ട് നിന്നതുകൊണ്ടാണ് പ്രശ്നം ഇത്രയും നാൾ നീണ്ടുപോയത് എന്നായിരുന്നു നേരത്തെ നമുക്ക് ലഭ്യമായിരുന്ന വിവരങ്ങൾ. ഒടുവിൽ കെ സുധാകരനും കോൺഗ്രസും ആയെന്നു, ലീഗ് ആവശ്യപ്പെട്ട സീറ്റുകൾ നൽകുന്നു. പ്രശ്നം പൂർണ്ണമായും ഇപ്പോൾ പരിഹരിച്ചു എന്ന് കരുതാമല്ലേ? സൈഫുദ്ദീൻ, ഇന്ന് രാവിലെ ആകുമ്പോഴേക്ക് അക്കാര്യത്തിനകത്ത് ഒരു സമവായം രൂപപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇന്നലെ രാത്രി വൈകി നടന്ന ചർച്ചയിലാണ് ഇത് സംബന്ധിച്ചിട്ടുള്ളൊരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിന്റെ അതുപോലെ തന്നെയും ലീഗിന്റെയും ജില്ലാ നേതാക്കന്മാർ തമ്മിൽ ഇന്നലെ രാത്രി വളരെ വൈകിട്ടാണ് ചർച്ച നടത്തിയതെന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഇപ്പോൾ 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ മുസ്ലിം ലീഗിന് നൽകാമെന്നുള്ളൊരു ധാരണയിലേക്കാണ് എത്തിയിരിക്കുന്നത്. നഗരാസൂത്രണം, അതുപോലെ തന്നെ ക്ഷേമകാര്യം, ഒപ്പം തന്നെ ടാക്സ് ആൻഡ് അപ്പീൽ, ഇങ്ങനെ 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് മുസ്ലിം ലീഗിന് നൽകുക. അങ്ങനെ വരുമ്പോൾ ആദ്യഘട്ടത്തിൽ മുസ്ലിം ലീഗിന് 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പദവി ലീഗിന് ലഭിക്കും. അങ്ങനെ 4-4 എന്നുള്ളൊരവസ്ഥ ആദ്യഘട്ടത്തിലുണ്ടാകും. അത് കഴിഞ്ഞ് ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ സ്ഥാനം മാറുന്ന ഘട്ടത്തിലാകും ധനകാര്യത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം മുസ്ലിം ലീഗിന് നഷ്ടപ്പെടുക. ഏതായാലും ആദ്യഘട്ടത്തിൽ ഇപ്പോൾ 4-4 എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. കഴിഞ്ഞ തവണ അത് 5-2 ആയിരുന്നു. അതിനകത്ത് മാറ്റം വരണം എന്നുള്ളതായിരുന്നു മുസ്ലിം ലീഗിന്റെ ആവശ്യം. പക്ഷേ അത് സംസ്ഥാന തലത്തിൽ സ്റ്റാറ്റസ് കോ നിലനിർത്താനാണ് തീരുമാനം എന്നുള്ളതായിരുന്നു UDFന്റെ നേതൃത്വ തീരുമാനമുണ്ട് എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് ഇതിനകത്തൊരു ഉടക്ക് വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഉടക്കിന് മാറ്റം വന്നിരിക്കുന്നു. കാരണം ഇതിനകത്ത് മുസ്ലിം ലീഗ് ശക്തമായ, അതുപോലെ തന്നെ കടുത്ത നിലപാടായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ അനുവദിച്ചിട്ടില്ലെങ്കിൽ മുസ്ലിം ലീഗും തോന്നിയപടി എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കും അംഗങ്ങളെ ചേർക്കും. അങ്ങനെ വരുമ്പോൾ UDFന് അത് വലിയ തരത്തിലുള്ള നഷ്ടം വരും. ഒപ്പം തന്നെ UDFന് കണ്ണൂർ കോർപ്പറേഷനിലെ ഭരണപ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന സാഹചര്യം രൂപപ്പെടുകയും ചെയ്യും. ഇക്കാര്യത്തിനകത്ത് കടുത്ത നിലപാട് മുസ്ലിം ലീഗ് കൈക്കൊണ്ടപ്പോഴാണ് ഇതിനകത്ത് കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് വഴങ്ങിയിരിക്കുന്നത്. വിട്ടുവീഴ്ചയ്ക്ക് വഴങ്ങിക്കൊണ്ട് 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ മുസ്ലിം ലീഗിന് നൽകാനുള്ള തീരുമാനം ഇന്നലെ രാത്രി വൈകിയുണ്ടായിട്ടുള്ള ആ യോഗത്തിനകത്ത് കൈക്കൊള്ളുകയായിരുന്നു ഉണ്ടായത്. അതോടുകൂടി കണ്ണൂർ കോർപ്പറേഷനിലെ UDFനകത്ത് രൂപപ്പെട്ടിരുന്ന പ്രതിസന്ധിക്ക് പരിഹാരമായിരിക്കുകയാണ്.